ശ്രീകൃഷ്ണപുരം സൊസൈറ്റി പടിയിലുള്ള ഖാദി കേന്ദ്രവും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയും അധികൃതരുടെ ശ്രദ്ധയില്ലാതെ കാടുകയറി നശിക്കുന്നു. ആരുടെയും ശ്രദ്ധ ലഭിക്കാതെ അവഗണനയുടെ പിടിയിലമർന്ന ഈ സ്മാരകങ്ങൾക്ക് ശാപമോക്ഷം തേടുകയാണ് നാട്ടുകാർ. 1963 കെ കേളപ്പൻ അനാച്ഛാദനം ചെയ്ത ഈ ഖാദി കേന്ദ്രം ഇപ്പോൾ മദ്യപാനികളുടെയും മറ്റ് സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയിരിക്കുകയാണ്. ഗാന്ധി പ്രതിമയുടെ പിറകിലുള്ള ഖാദി കേന്ദ്രത്തിന്റെ കെട്ടിടം പൂർണ്ണമായും തകർന്ന് നശിച്ച അവസ്ഥയിലാണ്. 2018 ഖാദി വികസനത്തിനായി സർക്കാർ 1 കോടി രൂപയിലധികം ചിലവഴിച്ചിട്ടും ഗവൺമെന്റിന്റെ കീഴിലുള്ള ശ്രീകൃഷ്ണപുരത്തെ ഈ ഖാദി കേന്ദ്രം ഇന്നും നോക്കുകുത്തിയായി നിലകൊള്ളുന്നു. കൂടാതെ ഈ ഖാദി ബോർഡിന്റെ ഭൂവിസ്തൃതി കുറഞ്ഞു വരുന്ന പൊതുജനങ്ങൾക്ക് പരാതിയുണ്ട്. വിഷയത്തിൽ വകുപ്പ് തലത്തിൽ ശക്തമായ അന്വേഷണം നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥാപനത്തെയും സ്മാരകത്തെയും സംരക്ഷിക്കാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ച വേറൊരു കാര്യമുണ്ട്. മദ്യത്തിനെതിരായിരുന്നു ഗാന്ധിജി. ഈ ഗാന്ധിജിയുടെ ഈ സ്റ്റാച്ചു നിൽക്കുന്നതിൻ്റെ 50 മീറ്ററും കൂടി അല്ല, 25 മീറ്റർ അപ്പുറത്ത് മദ്യശാല കൊടന്നു വെച്ചിരിക്കുന്നു സർക്കാർ. അതോടൊപ്പം തന്നെ ഗാന്ധിജിയുടെ വലിയ ഒരു സ്വപ്നമായിരുന്നു വിദേശി വസ്ത്രം ഉപേക്ഷിക്കുക, സ്വദേശി വസ്ത്രം ധരിക്കാൻ വേണ്ടി ഖാദി സ്വന്തം നൂലുകൊണ്ട് നൂറ്റെടുത്ത് വസ്ത്രം ധരിച്ച് ഈ ലോകത്തിന് തന്നെ മാതൃകയാക്കിയതാണ് ഗാന്ധിജി. ആ ഗാന്ധിജിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ ചർക്ക ക്ലാസ് തുടങ്ങിയത്. ആ ചർക്ക ക്ലാസ് അനാഥമായി പോയി, ഇടിഞ്ഞുപോയി. ഇവിടെ ഖാദി ബോർഡുണ്ട്. ആ ഖാദി ബോർഡിന് ചെയർമാനുണ്ട്. ആ ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ തലപ്പത്തുള്ള ഒരാളാണ്. അവർക്കൊന്നും തന്നെ ഈ മഹാനായ മഹാത്മാഗാന്ധിയുടെ ഈ സ്റ്റാച്ചു നല്ല രീതിയിൽ പുനർനിർമ്മിച്ച് പൊതുജനങ്ങൾക്ക്, ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക്, പുതിയ തലമുറയ്ക്ക് മതേതരത്വവും ജനാധിപത്യവും ഒക്കെ ബോധ്യപ്പെടുത്താൻ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്ചു ഇവിടെ അതിമനോഹരമാക്കി പൂന്തോട്ടങ്ങളും പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളും കുട്ടികളുടെ പഠന വിഷയങ്ങളൊക്കെ ആക്കാൻ വേണ്ടി ആകേണ്ട ഒരു സ്ഥലം മദ്യക്കുപ്പികളുടെയും പിന്നെ സാമൂഹ്യ വിരുദ്ധരുടെയും ഒരു ആവാസ കേന്ദ്രമായി മാറിയതിൽ ഇവിടുത്തെ ഒരു സാമൂഹ്യ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എന്നെപ്പോലുള്ള ആളുകൾക്ക് വളരെ ദുഃഖവും വിഷമവും ഉണ്ട്. അതിവിടുത്തെ പഞ്ചായത്തിനെയും പിന്നെ ഇവിടുത്തെ വില്ലേജിനെയും MLA-യെയും MP-യെയും എല്ലാവരെയും അറിയിക്കുകയാണ്. CCN കടമ്പഴിപ്പുറം.